അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ നീണ്ടു നിൽക്കുന്നതിനിടെ ലോകശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഒരു പുതിയ വിഷയമായി ഉയർന്നിരിക്കുകയാണ്. ഇറാൻ സൈന്യം അടുത്തിടെ ഒരു ശക്തമായ പുതിയ ആയുധം ഉടൻ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ആ ആയുധം എന്താകുമെന്നുള്ള ചർച്ചകൾ വിവിധ രാജ്യങ്ങളിലും പ്രതിരോധ വിദഗ്ധരിലും വ്യാപകമായി നടക്കുകയാണ്. ഈ പുതിയ ആയുധം ഹൂട്ട് എന്ന പേരിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ടോർപിഡോ ആയിരിക്കാമെന്നാണ് പലരും കരുതുന്നത്. വെള്ളത്തിനടിയിലൂടെ അതിവേഗത്തിൽ സഞ്ചരിച്ച ശത്രുക്കളുടെ യുദ്ധക്കപ്പലുകളെയും അന്തർവാഹിനികളെയും തകർക്കാൻ കഴിയുന്ന ആയുധമാണിത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയുന്നതിനാൽ ഇത് അപകടകരമായ ആയുധമായി കണക്കാക്കപ്പെടുന്നു. ഇറാൻ നേവി കമാൻഡറായ ഷഹ്റാം ഇറാനിയാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. യുദ്ധ സാഹചര്യങ്ങളിൽ നേരത്തെ ചില നഷ്ടങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും വളരെ വേഗത്തിൽ ശത്രുവിനെ അമ്പരപ്പിക്കുന്ന ഒരു പുതിയ ആയുധം ഉപയോഗിക്കാൻ തയ്യാറാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം ആയുധത്തിന്റെ പേര് വ്യക്തമാക്കിയിട്ടില്ല. അതവരുടെ അടുത്ത് തന്നെയുണ്ട് എന്ന രീതിയിൽ അദ്ദേഹം സൂചന നൽകിയതോടെ കൂടുതൽ കൗതുകമുയരുന്നു. പ്രതിരോധ രംഗത്തെ വിദഗ്ധർ പറയുന്നതനുസരിച്ച് ഇറാൻ സൂചിപ്പിക്കുന്നത് ഹൂട്ട് ടോർപിഡോ ആയിരിക്കാമെന്നാണ്. 2006 ഇറാൻ രഹസ്യമായി പരീക്ഷിച്ച ഈ ആയുധം ലോക ശ്രദ്ധ നേടിയിരുന്നു. ഇന്ത്യയിലെ പ്രതിരോധ വിശകലന വിദഗ്ധനായ സന്ദീപ് ഉണ്ണിത്താൻ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അതിന്റെ വേഗതയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നു. ശത്രുവിനെ പ്രതികരിക്കാൻ സമയം പോലും നൽകാത്ത ലക്ഷ്യത്തിലെത്താൻ ഇതിന് കഴിയും. ഹൂട്ട് എന്ന പേര് പേർഷ്യൻ ഭാഷയിൽ തിമിംഗലം എന്നാണ് അർത്ഥം. അതിന്റെ ശക്തിയും വേഗതയും കണക്കിലെടുത്താണ് ഈ പേര് നൽകിയിരിക്കുന്നത് എന്നാണ് കരുതുന്നത്. ഇറാന്റെ അവകാശവാദമനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ വെള്ളത്തിനടിയിലൂടെ ആയുധങ്ങളിൽ ഒന്നാണിത്. റഷ്യയ്ക്ക് ശേഷം ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ആയുധം കൈവശമുള്ള രാജ്യമായി ഇറാൻ മാറുകയും ചെയ്യുന്നു. സാധാരണ ടോർപിഡോകൾ മണിക്കൂറുകൾക്ക് ഏകദേശം 60 മുതൽ 100 കിലോമീറ്റർ വരെ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ഹൂട്ട് ടോർപിഡോയ്ക്ക് മണിക്കൂറിൽ 300 കിലോമീറ്ററിലധികം വേഗത കൈവരിക്കാൻ കഴിയുമെന്നാണ് അവകാശവാദം. വെള്ളം വായുവിനേക്കാൾ വളരെ സാന്ദ്രമായതിനാൽ അതിലൂടെ ഇത്തരമൊരു വേഗത്തിൽ സഞ്ചരിക്കുന്നത് വലിയ സാങ്കേതിക നേട്ടമാണ്. ഈ അതിവേഗത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് സൂപ്പർ കാവിറ്റേഷൻ എന്ന സാങ്കേതിക വിദ്യയാണ്. സാധാരണയായി വെള്ളത്തിലടിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിരോധം കുറയ്ക്കാൻ ഈ രീതിയിലൂടെ ടോർപിഡോയ്ക്ക് ചുറ്റും ഒരു വാതക കുമിള ഉണ്ടാകുന്നു. ഈ കുമിള കാരണം ടോർപിഡോ നേരിട്ട് വെള്ളവുമായി തട്ടിപ്പോകാതെ കുറഞ്ഞ പ്രതിരോധത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. ഇതുവഴിയാണ് അതിന്റെ വേഗം വളരെയധികം വർദ്ധിക്കുന്നത്. ഹൂട്ട് ടോർപിഡോയ്ക്ക് 200 കിലോഗ്രാമിലധികം സ്ഫോടക വസ്തുക്കൾ വഹിക്കാനുള്ള ശേഷിയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആയതിനാൽ ലക്ഷ്യത്തിൽ കൃത്യമായി പതിച്ചാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ അതിന്റെ വേഗം കൂടുന്നതോടെ ചില പരിമിതികളും ഉണ്ടാകുന്നു. സാധാരണ ടോർപിഡോകൾക്ക് 30 കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാനാകുമ്പോൾ ഹൂട്ട് ടോർപിഡോയ്ക്ക് ഏകദേശം 15 കിലോമീറ്റർ മാത്രം സഞ്ചരിക്കാനാകൂ. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പോരായ്മയെന്ന് വിദഗ്ധർ പറയുന്നു. യഥാർത്ഥത്തിൽ യുദ്ധത്തിൽ ഇതിനെ പരീക്ഷിച്ചിട്ടില്ല എന്നതാണ് സത്യം. സിദ്ധാന്തപരമായി ഇത് വളരെ ശക്തമായ ആയുധമെങ്കിലും യുദ്ധഭൂമിയിൽ സാഹചര്യങ്ങളിൽ ഇത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് വ്യക്തമല്ല. അതിവേഗം, ശബ്ദം, വാതക കുമിള എന്നിവ കാരണം ഇതിനെ കൃത്യമായ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക എളുപ്പമല്ല. ഇതിനു പുറമെ വലിയ യുദ്ധക്കപ്പലുകൾക്ക് ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. ഉദാഹരണത്തിന് USS ജെറാൾഡ് പോലുള്ള അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇവയ്ക്ക് ടോർപിഡോ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പ്രത്യേക സംവിധാനമുണ്ട്. കൂടാതെ ഇത്തരം കപ്പലുകൾക്ക് ചുറ്റും ഡിസ്ട്രോയറുകളും വിമാനങ്ങളും അന്തർവാഹിനികളും അടങ്ങിയ ഒരു വലിയ സുരക്ഷാ വലയം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഹൂട്ട് പോലുള്ള ടോർപിഡോ ഉപയോഗിച്ച് ഇത്തരം കപ്പലുകളെ ലക്ഷ്യമിടുന്നത് എളുപ്പമല്ല. ഈ ടോർപിഡോയുടെ പരമാവധി ദൂരം കുറയുന്നതിനാൽ അത് വിക്ഷേപിക്കാൻ ഇറാന്റെ കപ്പലുകൾ ശത്രുവിന്റെ വളരെ അടുത്ത് എത്തേണ്ടി വരും. ഏകദേശം 15 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ എത്തണം. യുദ്ധ സാഹചര്യത്തിൽ ഇത് വളരെ അപകടകരമായ ഒരു നീക്കമാണ്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഹൂട്ട് ടോർപിഡോ പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ വളരെ പരിമിതമാണ്. ഹോർമോസ് കടലൊടുക്ക് പോലുള്ള ചുരുങ്ങിയ ജലപാതകളിൽ ഇതിന് കൂടുതൽ സാധ്യതയുണ്ട്. ഇവിടെ ശത്രുക്കളുടെ കപ്പലുകൾക്ക് ഒഴിഞ്ഞു മാറാൻ അധിക സാധ്യതകൾ ഇല്ലാത്തതിനാൽ ഇത്തരം ആയുധങ്ങൾക്ക് കൂടുതൽ ഫലപ്രദമാക്കാം. അതേസമയം ഒരു ഹൂട്ട് ടോർപിഡോ യഥാർത്ഥത്തിൽ ഒരു വലിയ അമേരിക്കൻ കപ്പലുകൾ പതിച്ചാൽ അത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ അത്തരമൊരു സംഭവം സംഭവിക്കാൻ ഉള്ള സാധ്യത വളരെ കുറവാണെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. സന്ദീപ് ഉണ്ണിത്താൻ പറയുന്നതനുസരിച്ച് ഇത് ദശലക്ഷത്തിൽ 1 മാത്രമായിരിക്കും. ഹൂട്ട് ടോർപിഡോ വളരെ ശക്തവും സാങ്കേതികമായി പുരോഗമിച്ചതുമായ ആയുധമാണെന്ന് പറയാം. എന്നാൽ അതിന്റെ ഉപയോഗം, പരിമിതികൾ, യഥാർത്ഥ യുദ്ധ സാഹചര്യത്തിലുള്ള ഫലപ്രാപ്തി എന്നിവയെക്കുറിച്ച് ഇപ്പോഴും നിരവധി സംശയങ്ങൾ നിലനിൽക്കുന്നു. ഇറാന്റെ മുന്നറിയിപ്പും ഈ ആയുധത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ഭാവിയിൽ ഈ ആയുധത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ പുറത്തുവരുമെന്നത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുവരെ ഇതൊരു ശക്തമായ ആശങ്കയുടെ, കൗതുകത്തിന്റെയും വിഷയമായി തുടരുന്നു.